വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. മുനമ്പത്ത് സമരം നടത്തുന്ന 15 പേരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ കൂടിക്കാഴ്ച നടത്തും. സമരസമിതി രക്ഷാധികാരി, ചെയർമാൻ, നിരാഹാര സമരമിരിക്കുന്ന വയോധിക ലിസി ആന്റണി തുടങ്ങിയവരെയാണ് പ്രധാനമന്ത്രി കാണുക. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നവമി, എവിടെ നിന്നാണ് ഇത്തരത്തിൽ ഒരു ഉറപ്പ് ലഭിച്ചിട്ടുള്ളത്? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷിച്ച് നമുക്ക് നേരിട്ട് തന്നെ അവരോട് ചോദിക്കാം. പ്രധാനമന്ത്രിയെ കാണാനുള്ള ഒരു അവസരം അവർക്ക് ലഭിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് പറഞ്ഞ് ആ ഒരു പ്രധാനമന്ത്രിയുടെ ഉറപ്പ് അത് നേരിട്ട് ഏറ്റുവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് 15 പേരടങ്ങുന്ന മുനമ്പത്തു നിന്നുള്ള സംഘം പ്രധാനമന്ത്രിയെ കാണാനായി തയ്യാറെടുക്കുന്നത്. നമുക്ക് നേരിട്ട് ചോദിക്കാതെ എപ്പോഴാണ് പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണം കിട്ടിയത്? രാജീവ് ജി, ബഹുമാനപ്പെട്ട BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജിയുടെ അദ്ദേഹം സ്ഥാനമേറ്റതിന് ശേഷം ആദ്യമായി ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യമാണ്. കാരണം ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയെ കാണാൻ പറ്റുമോ, ഞങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന്. ഞങ്ങളൊരു സാധാരണ ഒരു കാഷ്വൽ വേ ഞങ്ങൾ ചോദിച്ചു. ബട്ട് അത്ഭുതമെന്ന് പറയട്ടെ, 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഉത്തരം വന്നു. ഞങ്ങൾ ശരിക്കും 12-ാം തീയതി പോകേണ്ടതായിരുന്നു, പക്ഷേ ഞങ്ങളതൊരു സസ്പെൻസായിട്ട് വരും. ബട്ട് ഇന്ന് ഞങ്ങളെക്കുറിച്ച് ദുഃഖിക്കുന്ന ആൾക്കാർക്കുള്ളൊരു, കുത്തിത്തിരിപ്പുകാർക്കുള്ളൊരു റിപ്ലൈ ആണ്. ഞങ്ങളൊരു 15 പേരടങ്ങുന്ന ഒരു സംഘം പ്രധാനമന്ത്രി ക്ഷണിച്ചിട്ടുണ്ട്. ഒരു വൈകിട്ട് ഒരു ചായ അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ മുനമ്പത്തുകാരെ ക്ഷണിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു 15 പേര് പോകും. അതിൽ ഞങ്ങളുടെ അമ്മച്ചിമാരുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്, ഞങ്ങളുടെ അച്ഛനുണ്ട്, ഞങ്ങളുടെ ചെയർമാനുണ്ട്. ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഈ കുത്തിത്തിരിപ്പുകാർക്കുള്ള ശരിക്കും ഞങ്ങൾക്കത് ബ്രേക്ക് ഔട്ട് ചെയ്യണം. ബട്ട് നൗ വി വോണ്ട് എവറിബഡി ടു നോ ദാറ്റ് ഇങ്ങനെ ഒരു കാര്യം കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ 15 ഇന്ന് വൈകിട്ട് ഞങ്ങൾക്ക് അറിയാൻ പറ്റും യഥാർത്ഥ ഡേറ്റും കാര്യങ്ങളൊക്കെ എന്താണെന്ന്. കാരണം ഞങ്ങൾ 12-ാം തീയതി പോകുന്ന, പിന്നെ അദ്ദേഹത്തിന്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെതായ തിരക്കുകളും കാര്യങ്ങളും ഉണ്ടാകും. ഞങ്ങളോട് അദ്ദേഹത്തിൻ്റെ ഓഫീസർ റിപ്പോർട്ട് ചെയ്ത് കുറച്ച് ഡെലിഗേഷൻസ്, വിദേശ രാജ്യങ്ങളിലുള്ള ഡെലിഗേഷൻ. അപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളുടെ ചായ സൽക്കാരത്തിനാണ് ഞങ്ങൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളോട് സ്വകാര്യമായിട്ടിരുന്ന് സംസാരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പം ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളിവിടെ ഈ സമരം തുടങ്ങിയപ്പോൾ ഒരു മാതാവിൻ്റെ മണ്ണിലിരുന്ന് സമരം ചെയ്യുമ്പോൾ ഞങ്ങൾക്കറിയാം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന്. അതിലൊരു അത്ഭുതമായിരുന്നു ഇന്നലെ പ്രവർത്തിച്ചത്. പക്ഷേ കുത്തിത്തിരിപ്പുകാർക്ക് ഇത് അത്ഭുതമാണ്. ഞങ്ങൾക്കറിയാമെന്ന്. ഞങ്ങൾ വീണ്ടും ഞാൻ പറയുകയാണ്, ഞങ്ങൾ 2025-ലാണ് ജീവിക്കുന്നത്, 1965-ല്ല. ചേച്ചി ഇപ്പോൾ ഈ നിൽക്കുന്നവരിൽ ജോസ് ചേട്ടൻ, അദ്ദേഹം ഒരു സാധാ മത്സ്യത്തൊഴിലാളിയാണ്. അദ്ദേഹം ഇതിലുണ്ട്. ജോസ് ചേട്ടൻ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നതിന്റെ ഒരു സന്തോഷമുണ്ട്. ഒപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് പറയാൻ കഴിയുമെന്നൊരു വിശ്വാസം കൂടിയല്ലേ? വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രധാനമന്ത്രിനെ കാണാനായിട്ട് ഞങ്ങൾക്ക് ഓർഡർ ഇപ്പം അടുത്ത് തന്നെ വരും. അത് വളരെയേറെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് പുള്ളിയുടെ ഈ സംസാരിക്കാനായിട്ട്. പിന്നെ ഞങ്ങളെ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കും. പുള്ളിയെ ഒരു കഥം ഞങ്ങൾക്ക് തീർത്തു തരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിന്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഈ സമരപ്പന്തലിൽ ഏറ്റവും കൂടുതൽ ദിവസം ഇരുന്ന പ്രായം കൂടിയ അമ്മച്ചിയുണ്ട്. ഒപ്പം ഈ മുനമ്പത്തിന്റെ നെടുന്തൂണായി നിൽക്കുന്ന ചേച്ചിക്കും പോകാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നലെ വന്ന കേന്ദ്രമന്ത്രി വന്നു പോയതിനു ശേഷം ഉണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് നിങ്ങൾ ഈ കാര്യം പുറത്ത് അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. 12-ാം തീയതി ആയിരുന്നു ആദ്യം പോകാനിരുന്നത്, പിന്നീട് അത് മാറുകയായിരുന്നു. എത്രമാത്രം പ്രതീക്ഷയുണ്ട് ഈ ഒരു കൂടിക്കാഴ്ചയിൽ? ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ നേരിട്ട് ബോധിപ്പിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ അത് ഞങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് മുനമ്പത്തെ സംബന്ധിച്ചിടത്തോളം. അത് നേരത്തെ ഞങ്ങളത് പുറത്ത് പറയാതിരുന്നതാണ്. പക്ഷേ ഇന്നലെ മുഴുവനും ഞങ്ങൾക്കെതിരെ ഈ പറഞ്ഞതുപോലെ കുത്തിത്തിരിപ്പുകാർ ഞങ്ങൾക്കെതിരെ വന്നപ്പോൾ, വിഴിഞ്ഞം പോലുള്ള സമരം പൊളിക്കാനുള്ള അജണ്ടകളുമായി മുന്നിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പുറത്ത് വിടേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിഞ്ഞ 12-ാം തീയതി പോവേണ്ടതായിരുന്നു. പക്ഷേ എന്തായാലും ഈസ്റ്റർ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആ യാത്രയുണ്ടാവും. അത്യധികം സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് പ്രധാനമന്ത്രിയെ കാണാൻ ഞങ്ങൾ പോകുന്നത്. അഭിലാഷ്, എന്തായാലും ന്യൂസ് 18-ലൂടെയാണ് ഇക്കാര്യം അവർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുമായി അവർ കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ്. ഇന്നലെ കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് പോയതിനു ശേഷം വലിയ വിമർശനമാണ് മുനമ്പൻ നിവാസികൾ നേരിട്ടത്. കാരണം അവരുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടില്ല, കേന്ദ്രം അവരെ ചതിച്ചു എന്ന തരത്തിലൊക്കെ വാർത്ത വന്നതിന് പിന്നാലെയാണ് അവർ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച തന്നെ അവർക്ക് ലഭിക്കുന്നു എന്ന കാര്യം ന്യൂസ് 18-ലൂടെയാണ് ഇപ്പോൾ മുനമ്പൻ നിവാസികൾ പുറത്തുവിടുന്നത്. എന്തായാലും ഉടൻ തന്നെ അവർക്ക് പ്രധാനമന്ത്രിയെ കാണാൻ കഴിയും. ഈസ്റ്റർ കഴിഞ്ഞ ഉടൻ
ഉടനെ തന്നെ അവർക്ക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ കഴിയും, അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് സംസാരിക്കാൻ കഴിയും എന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ്, വലിയ സന്തോഷത്തിലും പ്രതീക്ഷയിലും തന്നെയാണ് 15 പേരടങ്ങുന്ന സംഘമായിരിക്കും ഇവിടെ നിന്ന് പുറപ്പെടുക. അതിൽ ഈ സമരസമിതിയുടെ പ്രതിനിധികളുണ്ട്, നമ്മൾ നേരത്തെ സംസാരിച്ചവരുണ്ട്. അതോടൊപ്പം ഈ സമരമുഖത്ത് ഏറ്റവും കൂടുതൽ തവണ നിരാഹാരമിരുന്ന ഏറ്റവും പ്രായം കൂടിയ അമ്മ ലിസി എന്ന് പറയുന്ന ഒരു അമ്മ കൂടിയുണ്ട്. അങ്ങനെ 15 പേരടങ്ങുന്ന സംഘമാണ് പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത്. അതിന്റെ വലിയ സന്തോഷം ഇവർക്കുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവരുടെ പ്രശ്നങ്ങൾ അത് നേരിട്ട് തന്നെ പ്രധാനമന്ത്രിയെ അറിയിക്കാം എന്ന വിശ്വാസത്തിലാണ് ഇവർ പോകാൻ തയ്യാറെടുക്കുന്നത്. വലിയ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് മുനമ്പത്തെ സമരക്കാരുമായി പ്രധാനമന്ത്രി നേരിട്ട് ചർച്ച നടത്തും എന്നുള്ളതാണ്. 15 പേർക്ക് ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെ കണ്ട് സംസാരിക്കാനുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ നടക്കുന്ന ഒരു പ്രദേശത്തെ സമരം, ആ സമരം ദേശീയ തലത്തിലടക്കം വലിയ തോതിൽ ശ്രദ്ധയാകർഷിച്ച പശ്ചാത്തലം. ഇന്ത്യയുടെ പാർലമെന്റിലടക്കം നിരവധി തവണ മുനമ്പം എന്ന പേര് പരാമർശിച്ചു പോകുന്ന ഒരു സാഹചര്യം. അതിനിടയിലാണിപ്പോൾ മുനമ്പം സമരക്കാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താനുള്ള അവസരം ഒരുങ്ങുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയത് എന്നുള്ളതാണ്. ഇങ്ങനെയൊരു ആവശ്യം, പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംസാരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് 48 മണിക്കൂറിനകം തന്നെ അതിൽ കൺഫർമേഷൻ ഉണ്ടായി എന്നാണ് സമരക്കാർ പറയുന്നത്. ഈസ്റ്ററിന് ശേഷം ആയിരിക്കും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടത്തുക. ചായ സൽക്കാരത്തിനടക്കം അവസരം ലഭിക്കുന്നു. ആ സമയത്ത് മുനമ്പത്തെ പ്രശ്നങ്ങൾ വിശദമായി പ്രധാനമന്ത്രിയുമായി സംസാരിക്കും എന്നുകൂടിയാണ് ഇപ്പോൾ സമരസമിതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം. BJP രാഷ്ട്രീയമായി ഈ സമരത്തെ മുതലെടുക്കുന്നുവെന്ന രാഷ്ട്രീയ എതിരാളികൾ വലിയ തോതിൽ വിമർശനം ഉന്നയിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ അടക്കം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. നവമി, ഈ നിയമം, അതായത് കഴിഞ്ഞ ദിവസമാണ് വഖഫ് ഭേദഗതി നിയമത്തിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങുന്നത്. ഇപ്പോൾ ഭേദഗതി നിയമമാണ് നിലവിൽ പ്രാബല്യത്തിലുള്ളത്. സുപ്രീം കോടതിയുടെ ഒന്നും ഇടപെടൽ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് സാങ്കേതികമായി നിലനിൽക്കുന്നു. അപ്പോൾ ആ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതിപ്പോൾ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയാണെങ്കിൽ പോലും മുനമ്പത്തിനു വേണ്ടി പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് കരുതാനാവില്ല. ആ നിയമത്തിന്റെ സാധ്യതകൾ തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇതിലൊരു പരിഹാരമുണ്ടാകും എന്നാണ് മുനമ്പം നിവാസികൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അഭിലാഷ്, ഈ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക മുൻകാല പ്രാബല്യമുണ്ടോ എന്നാണ്. ഈ നിയമം യാഥാർത്ഥ്യമാകുമ്പോൾ അതിലൊക്കെ കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്താൻ കഴിയും. 3 മാസത്തിനുള്ളിൽ ഇവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഒരു കൃത്യമായ ഉത്തരം നൽകാമെന്നാണ് കിരൺ റിജിജു ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തത്. ആ ഒരു സാഹചര്യത്തിൽ കൂടി പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഇവരുടെ ആശങ്കകൾ പങ്കുവയ്ക്കാൻ കഴിയും. ഇവരുടെ എന്തൊക്കെയാണ് ഇവരുടെ സംശയങ്ങൾ അതെല്ലാം പങ്കുവയ്ക്കാൻ കഴിയും. ഒപ്പം നിയമ പോരാട്ടത്തിൽ കേന്ദ്രം അവർക്കൊപ്പം ഉണ്ടെന്ന് പറയുമ്പോഴും അത് പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് തന്നെ ആ ഒരു ഉറപ്പ് ലഭിക്കുക എന്ന് പറയുമ്പോൾ മുനമ്പൻ നിവാസികളെ സംബന്ധിച്ച് അത് ഇരട്ടി സന്തോഷമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ സമരം 186 ദിവസം പിന്നിട്ട് നിൽക്കുകയാണ്. അതിൽ നിരാഹാര സമരം ഇരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഏറ്റവും പ്രായം കൂടിയ അമ്മ മുതൽ ഏറ്റവും കുഞ്ഞു കുട്ടി വരെ അവരുടെ ആഘോഷങ്ങളെല്ലാം, ക്രിസ്മസ് ആഘോഷമായിക്കോട്ടെ, ഈസ്റ്റർ ആഘോഷമായിക്കോട്ടെ, എല്ലാ ആഘോഷങ്ങളും മാറ്റിവെച്ച് ഓണം പോലും ആഘോഷിക്കാതെ ഈ നിരാഹാര സമര പന്തലിലായിരുന്നു ഓരോ ദിവസവും. ഇവിടെ എത്തുന്നവർ ഇവർക്കൊരു വാഗ്ദാനം നൽകി മടങ്ങുക എന്നതിനപ്പുറത്തേക്ക് ആരും തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിലാണ് BJP ഇവിടെ എത്തുകയും കേന്ദ്രമന്ത്രിമാരടക്കം ഇവിടെ എത്തി അവർക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും പ്രഖ്യാപിച്ച്, ഒപ്പം ഇന്നലെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു വരെ ഇവിടെ എത്തി ഇവർക്കൊപ്പം ഉണ്ടാകുമെന്ന വാക്ക് നൽകി മടങ്ങുമ്പോൾ ആ വാക്കിൽ ഇവർ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ സമരം തുടങ്ങുമ്പോൾ, ഈ പള്ളിയിൽ വെച്ച് ഇവർ സമരം തുടങ്ങുമ്പോഴൊക്കെ നമ്മൾ തുടക്കം മുതൽ ഇവിടെ എത്തി ഇവരുടെ ഓരോ വാർത്തകളും ഇവരുടെ ഓരോ വിഷമങ്ങളും ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവെച്ചതാണ്. ആ സമരത്തിലൊക്കെ ഇവർ പറയുന്നത് ഈ മാതാവിന്റെ പള്ളിയിലിരുന്ന് ഇവർ സമരം ചെയ്യുമ്പോൾ ഇവരുടെ സ്വത്തുക്കൾ അല്ലെങ്കിൽ ഇവർ ജനിച്ച സ്ഥലം വിട്ടുകൊടുക്കില്ല എന്ന ഒരു വാശിയിൽ, അല്ലെങ്കിൽ അവരുടെ സ്വത്തുക്കളും ജീവനും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ സമരമുഖത്തിരിക്കുമ്പോൾ ആ മാതാവിനെ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു, ഭരണകൂടത്തെ വിശ്വാസമുണ്ടായിരുന്നു.